എല്ലാവർക്കും നമസ്കാരം. ഈ സർപ്പദോഷങ്ങളെക്കുറിച്ച് പറയാറുള്ളതേ, നമ്മുടെ പൂർവികർ അറിഞ്ഞോ അറിയാതെയോ സർപ്പക്കാവുകൾ അതുപോലെ സർപ്പപ്പുറ്റൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദോഷം നമുക്കും നമ്മുടെ തലമുറയ്ക്കും പകരുമെന്നുള്ളതാണ്. അത് ത്വക്ക് രോഗങ്ങളായി, നേത്രരോഗങ്ങളായി, സൽസന്താനലബ്ധിക്കുള്ള വിഘാതമായിട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വളരെ തുലാമാസത്തിലെ സർപ്പബലിയോടുകൂടി പൂർണ്ണ ചൈതന്യവാനായിരിക്കുന്ന നാഗരാജാവിങ്കൽ എല്ലാ ഐല്യത്തിനും ഈ സർപ്പപൂജ, നൂറും പാലും, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി സമർപ്പണമൊക്കെ അതിവിശേഷമാണ്. അപ്പോൾ ഈ സർപ്പദോഷങ്ങൾ നമ്മളറിയാതെ നമ്മളെ പിന്തുടരുന്ന സർപ്പദോഷങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ട് ഈ മീനമാസത്തിലെ ആയില്യം എന്ന് പറയുന്നത് ഈ വരുന്ന 29-ാം തീയതിയാണ്. 29-ാം തീയതി ഞായറാഴ്ചയാണ്. നേരിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ആയില്യം പൂജയിൽ പങ്കെടുക്കാം. അപ്പോൾ ഈ നാഗരാജാവിന് അന്ന് അതിവിശേഷമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സർപ്പദോഷങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന സർപ്പപൂജയും നൂറും പാലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അഭിഷേകവും. അപ്പോൾ നമുക്കും നമ്മുടെ തലമുറകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പൂർവികർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള ഈ സർപ്പദോഷങ്ങൾ അകലാൻ വേണ്ടിയിട്ട് നടത്തുന്ന അതിവിശേഷമായ ഈ ആയില്യം പൂജയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ്. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ നമുക്ക് പേര് നക്ഷത്രമൊക്കെ നൽകിക്കഴിഞ്ഞാൽ അവരവരുടെ പേരിൽ ഈ വഴിപാട് ഇവിടെ നടത്തുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എൻ്റെ പ്രസാദം അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് അയച്ച് കൊടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇടവെട്ടിയിലെ നാഗരാജാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർപ്പദോഷങ്ങൾ അകലുന്നതിന് ഈ വരുന്ന 29-ാം തീയതി നടക്കുന്ന ഈ സർപ്പ പൂജയിലേക്ക് വളരെ വിശേഷമാണ്. എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ്. നാഗരാജാവിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.